ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്ന എ ബെക്കോൺ ഓഫ് ഹോപ്പ് എന്ന ലെസണാണ്. നമുക്ക് നോക്കാം. ഈവൻ വെൻ ഫേസ്ഡ് വിത്ത് സീരിയസ് പ്രോബ്ലംസ് മെനി പീപ്പിൾ ഹാവ് ഷോൺ ഹൗ ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് സക്സീഡ്. അതായത് ജീവിതത്തിൽ ഒരുപാട് അത്രയും ഹാർഡായിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്തെങ്കിൽ പോലും എങ്ങനെ അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് മുന്നേറാമെന്ന് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുമുണ്ട്, അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ദിസ് റിമൈൻഡ് അസ് ദാറ്റ് എവറി ചാലഞ്ച് ക്യാൻ ഹെൽപ്പ് us ഗ്രോ ആൻഡ് ടീച്ച് us ദാറ്റ് ബൈ സപ്പോർട്ടിങ് ഈച്ച് അതർ വി ക്യാൻ ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ് വേർ എവറി വൺ ക്യാൻ ഡു വെൽ. ഓരോ ചാലഞ്ചസും, അതായത് വെല്ലുവിളികളും ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്പരം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഏതൊരു ചാലഞ്ചസിനെയും നമുക്ക് മറികടക്കാം എന്ന ഒരു ഐഡിയയും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഹിയർ ഈസ് എ ലൈഫ് സ്റ്റോറി ഓഫ് സച്ച് എ പേഴ്സൺ. അപ്പോൾ അത്തരം വ്യക്തിയുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ലെറ്റ്സ് റീഡ് എ ബെക്കോൺ ഓഫ് ഹോപ്പ്. ഈ ബെക്കോൺ എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ ലൈറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വാർണിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഹൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഹില്ലിൻ്റെ മുകളിലൊക്കെ പ്ലേസ് ചെയ്ത ലൈറ്റുകളൊക്കെയാണ്. അപ്പോൾ എ ബെക്കോൺ ഓഫ് ഹോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷയുടെ ഒരു സിഗ്നൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേഴ്സൻ്റെ സ്റ്റോറിയാണെന്ന്. അപ്പോൾ അത് ആരാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ശ്രീമതി ഉഷ ചൗമർ റിസീവ്സ് പത്മശ്രീ ഫ്രം ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ശ്രീ രാംനാഥ് കോവിന്ദ് ഫോർ ഹർ സോഷ്യൽ വർക്ക് ഇൻ 2020. അതായത് 2020 നമ്മുടെ ഉഷ ചൗമറിന് പത്മശ്രീ അവാർഡ് കിട്ടുകയാണ് ഫ്രം ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ രാംനാഥ് കോവിന്ദിൻ്റെ കയ്യിൽ നിന്നും അവർക്ക് പത്മശ്രീ അവാർഡ് കിട്ടുകയാണ് 2020. അതാണ് അവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അവാർഡ് കൊടുക്കുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഐ വാണ്ട് എവറി വുമൺ ടു ബി ഇൻഡിപെൻഡൻറ്റ് ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്സ്. ദാറ്റ് ഈസ് ഹൗ വി വിൽ ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി. ഉഷ ചൗമർ. അപ്പോൾ ഉഷ ചൗമറുടെ ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഐ വാണ്ട് എവറി വുമൺ ടു ബി ഇൻഡിപെൻഡൻറ്റ് ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്സ്. അതായത് അഭിമാനത്തോടെയുള്ള ജോബ് ചെയ്ത് എല്ലാ സ്ത്രീകളും സ്വതന്ത്രമായിട്ട് ജീവിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ദാറ്റ് ഈസ് ഹൗ വി വിൽ ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ അതൊന്നും ഇല്ലാതെ നല്ലൊരു സൊസൈറ്റീനെ ബിൽഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ഉഷ ചൗമർ പറയുന്നത്. ഇൻ വൺ ബർത്ത് ഐ ഹാവ് ലെഡ് 2 lives. 42 years old ഉഷ ചൗമർ സെഡ് പ്രൗഡ്ലി. ഒറ്റ ജന്മത്തിൽ തന്നെ 2 തരത്തിലുള്ള ജീവിതങ്ങൾ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് എന്നാണ് 42 വയസ്സുള്ള ഉഷ ചൗമർ അഭിമാനത്തോടു കൂടി, അതായത് പ്രൗഡായിട്ട് പറയുന്നത്. ഷി ഹാഡ് മെയ്ഡ് ഇറ്റ് ടു ദി ലിസ്റ്റ് ഓഫ് പത്മശ്രീ അവാർഡ്സ് ഓഫ് 2020. 2020 പത്മശ്രീ അവാർഡ് വിന്നർ ആവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഹർ ഡിറ്റർമിനേഷൻ ടു ചേഞ്ച് ഹർ സൊസൈറ്റി ഹാഡ് ബീൻ ഗിവൺ റെക്കഗ്നേഷൻ. അതായത് തൻ്റെ സൊസൈറ്റിയെ, അതായത് സമൂഹത്തെ ചേഞ്ച് ചെയ്യാനുള്ള അവരുടെ തീരുമാനം, അതിനാണ് അവൾക്ക് ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഉഷ ചൗമർ ഈസ് എ ട്രൂ സൂപ്പർ ഹീറോ ഇൻ എവറി സെൻസ് ഓഫ് ദി ടേം. ഒരു യഥാർത്ഥ സൂപ്പർ ഹീറോ ആണ് നമ്മുടെ ഉഷ ചൗമർ. അപ്പോൾ അവർ എന്ത് കാര്യമാണ് ചെയ്തത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ഐ വാണ്ട് ടു ക്ലീൻസ് ദ സൊസൈറ്റി ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് അൺടച്ചബിലിറ്റി. അതായത് തൊട്ടുകൂടായ്മ എന്നുള്ള ആ ഒരു സെൻസ്, ആ ഒരു ബിലീഫിൽ നിന്ന് ആളുകളെ വൃത്തിയാക്കണം എനിക്ക്. ഷീ സേസ് വിത്ത് ഗ്രിറ്റ്. ദി ഫോർമർ മാനുവൽ സ്കാവഞ്ചർ ഹാസ് ബിക്കം എ ബെക്കോൺ ഓഫ് ഇൻസ്പിറേഷൻ ഫോർ തൗസൻഡ്സ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ. അതായത് ഇവർ ആദ്യം ആരായിരുന്നു? ഒരു മാനുവൽ സ്കാവഞ്ചർ. ഈ മാനുവൽ സ്കാവഞ്ചർ എന്ന് വെച്ചാൽ ഈ ഒരു പബ്ലിക്കിൽ നമ്മൾ ടോയ്ലറ്റ് അല്ലെങ്കിൽ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകളെയാണ്. എക്സ്പെഷ്യലി ഹ്യൂമൻ വേസ്റ്റുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ജോലിയിൽ ഇരുന്ന് അത്രയും താഴെ തട്ടിലുള്ള ആളുകളെ അൺടച്ചബിളി ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അത്തരത്തിലുള്ള ജോലികൾ ചെയ്യുക. അപ്പോൾ ഇവിടെ അത്തരം ജോലി ചെയ്തിരുന്ന അവർ 1000 വുമൺസിന് ഇപ്പോൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ആളായി മാറിയിട്ടുണ്ട് നമ്മുടെ ഉഷ ചൗമർ. ഐ സ്റ്റാർട്ടഡ് ദി വർക്ക് ക്വൈറ്റ് ഏർലി അറ്റ് അറൗണ്ട് 7 years ഓഫ് ഏജ്. ഉഷ റീകൗണ്ട്സ് ഹെർ ചൈൽഡ്ഹുഡ് ഡേയ്സ്. അതായത് ഏകദേശം 7 വയസ്സായപ്പോൾ അവർ ഈ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് അവൾ പറയുന്ന കാര്യങ്ങളാണിതൊക്കെ. Born in Deeg village of Bharatpur, Rajasthan, Usha and her clan were untouchables. She was introduced to manual scavenging by her mother. അതായത് ഇവർ ജനിച്ച ആ ഒരു പ്ലേസ്, അതിൻ്റെ ക്ലാനൊക്കെ പറയുന്നുണ്ട്. ഇവർ ജന്മന അൺടച്ചബിൾസ് ആണ്. അതായത് തൊട്ടുകൂടാൻ പറ്റാത്ത അത്രയും താഴെക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാരായിട്ടാണ് സമൂഹം
സമൂഹം മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗക്കാരാണ് ഇവർ. അപ്പോൾ ഇവരുടെ മദർ തന്നെയാണ് ഇവർ ഈ ഒരു മാനുവൽ സ്കാവഞ്ചറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഇവർ പാരമ്പര്യമായിട്ട് ഈ ഒരു ജോലി തന്നെയാണ് ചെയ്യുന്നത്. The woman in her family had ancestrally engaged in the inhuman profession. അതായത് അവരുടെ ഫാമിലിയിലുള്ള എല്ലാ സ്ത്രീകളും പരമ്പരാഗതമായിട്ട് ഈ ഒരു ജോലിയാണ് ചെയ്യുന്നത്. അതായത് അതിന് ഇൻഹ്യൂമൻ പ്രൊഫഷൻ എന്നാണ് അതിന് പറയുന്നത്. They could not find a way out of it. അതായത് ഇതിൽ നിന്നൊരു മോചനം, ഈ ഒരു ജോലി നിർത്തി പോകാൻ അവർക്ക് യാതൊരു മാർഗ്ഗവും ഇല്ല. Some of them might have aspired to break free at some fleeting moment. അതായത് അവരുടെ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ ഈ ചില മൊമെൻറ്റിൽ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടാൻ ശ്രമിച്ചിട്ടുണ്ട്. But the rural Indian society made sure to remind them of their position in the social hierarchy. പക്ഷേ ഇവരിപ്പോൾ ഓടാൻ ശ്രമിച്ചാലും അവരുടെ ചുറ്റുമുള്ള അപ്പർ കാസ്റ്റ് സൊസൈറ്റി ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ പൊസിഷൻ ഇതാണ്, ഈ ഒരു സോഷ്യൽ ഹൈറാർക്കി, അതായത് സമൂഹത്തിൻ്റെ ഈ ഒരു ഓർഡറിൽ നിങ്ങളുടെ പൊസിഷൻ ഏറ്റവും താഴെയാണ്, നിങ്ങൾ ഈ ഒരു ക്ലീനിങ് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എപ്പോഴും ഇവരെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഉഷാസ് ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് ഹെർ മദർ വാസ് വാച്ചിങ് ഹെർ വേക്കപ്പ് ഇൻ ദി wee hours of the dawn. She would grab her basket, bucket and brooms and set out of her the village toilets. അതായത് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള മെമ്മറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരം പുലരുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ ബാസ്ക്കറ്റ്, അതുപോലെ തന്നെ ബക്കറ്റ്, ചൂല് ഒക്കെ എടുത്തിട്ട് വില്ലേജിലുള്ള ആ ഒരു ടോയ്ലറ്റ്സ് ഒക്കെ പോയി ക്ലീൻ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. By the age of 7, Usha was working with her mother as a manual scavenger. അതായത് അപ്പോൾ 7-ാം വയസ്സിൽ തന്നെ അവളുടെ അമ്മയുടെ കൂടെ അവളും അതേ ജോലി ചെയ്യാൻ പോവാണ്. That was the age when many children of the village were at school. അപ്പോൾ അവരുടെ വില്ലേജിലുള്ള മറ്റു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നൊരു പ്രായമാണത്. Usha was married off as a child bride when she was only 10 years old. അതായത് അത് കഴിഞ്ഞ് വെറും 10 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ഒരു കുട്ടിയായ അവളെ കല്യാണം കഴിപ്പിക്കുന്നത്. നമ്മുടെ ശൈശവവിവാഹം എന്നൊക്കെ പറയാം. ഷീ വാസ് സെൻഡ് ടു ഹെർ ഹസ്ബൻഡ്സ് ഹോം വെൻ ഷി വാസ് ജസ്റ്റ് 14. അതായത് പിന്നെ അവളെ 14 വയസ്സായപ്പോൾ അവളെ കംപ്ലീറ്റ് ആയിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഹെർ ഹസ്ബൻഡ് വാസ് എ സാനിറ്റേഷൻ വർക്കർ. അതായത് അവളുടെ ഹസ്ബൻഡിൻ്റെ വർക്ക് എന്ന് പറയുന്നത് സാനിറ്റേഷൻ വർക്കറാണ് വിത്ത് ദി ലോക്കൽ മുനിസിപ്പാലിറ്റി. അതായത് മുനിസിപ്പാലിറ്റിയിലെ വർക്കായിരുന്നു അവിടെ, അതായത് വൃത്തിയാക്കുന്ന വർക്ക് തന്നെ ആയിരുന്നു അവിടെ. ഉഷ കണ്ടിന്യൂഡ് ടു ഡു സ്കാവെഞ്ചിങ് അക്കമ്പനീഡ് ബൈ ഹെർ മദർ ഇൻ ലോ. അതായത് അവരുടെ ആ ഒരു വിഭാഗക്കാർ മുഴുവൻ അതായിരുന്നു ചെയ്തിരുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ കൂടെ പോയ അവൾ ഇപ്പോൾ തൻ്റെ മദർ ഇൻ ലോൻ്റെ കൂടെയും സെയിം ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഫോർ ക്ലീനിങ് അതർ പീപ്പിൾസ് ഫീൽഡ് ഉഷ ഏൺഡ് എ മെർജ് ഡെയിലി വേജ് ഓഫ് 10 to 20 rupees. അതായത് മറ്റുള്ള ആളുകളുടെ വേസ്റ്റ് ക്ലീൻ ചെയ്ത് അവർക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ട് 10-20 രൂപയായിരുന്നു. They mostly ate left-over food given to them at the houses where they worked. അതായത് അവർ കഴിച്ചിരുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ഇവർ ക്ലീൻ ചെയ്യാൻ പോകുന്ന വീട്ടിൽ നിന്നും ഇവർക്ക് കിട്ടുന്ന ബാക്കി ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. They did not earn enough even to buy new clothes. അതായത് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനൊന്നും അവർക്ക് പൈസ ഇല്ലായിരുന്നു. They wore the worn out clothes they collected at the houses. അതായത് ഈ വീടുകളിൽ നിന്ന് കീറിയതും അതുപോലെ തന്നെ പഴയതുമായ വസ്ത്രങ്ങൾ കളക്ട് ചെയ്ത് അതായിരുന്നു അവർ ധരിച്ചിരുന്നത്. The Sulabha International set up an NGO called Disha which gave training in various skills to women like Usha. അതായത് ഒരു NGO, അതായത് ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ വരെയാണ്. അപ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവരെ വേറെ തൊഴിലുകൾ പഠിപ്പിക്കാനും വേണ്ടിയാണ് ഈ ഒരു ഓർഗനൈസേഷന് വരുന്നത്. സൂൺ ദേ വർ എൻഗേജ്ഡ് ഇൻ സച്ച് വർക്ക് ലൈക്ക് സ്റ്റിച്ചിങ് ബാഗ്സ്, മേക്കിംഗ് ലാംപ്സ് ആൻഡ് പ്രിപ്പയറിംഗ് ജാം, പിക്കിൾസ് ആൻഡ് പപ്പഡ്. അതായത് അങ്ങനെ അവരുടെ ആ ഒരു ജോലിയിൽ നിന്ന് അവർ ബാഗുകൾ തുന്നാൻ, അതുപോലെ തന്നെ ലാമ്പുകൾ മേക്ക് ചെയ്യാൻ, ജാം, അച്ചാർ, പിക്കിൾസ് ആൻഡ് പപ്പഡ്, അതായത് പപ്പടം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. The NGO took Usha and some other women for a visit to Delhi. അതുപോലെ തന്നെ ഡൽഹിയിലേക്ക് ഉഷയെയും അതുപോലെ തന്നെ വേറെ കുറച്ച് വുമൺസിനെയും ഒരു യാത്ര ഇവർ കൊണ്ടുപോവാണ്. ഉഷ recalled the experience with delight. It was the first time I had stepped out of my village. All of us were ecstatic to travel like any other citizen
സ്റ്റേ ഇൻ ഹോട്ടൽസ് ആൻഡ് ഈറ്റ് ഫാൻസി ഫുഡ്. അതായത് തൻ്റെ വില്ലേജിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇവരെന്ത് പുറത്ത് പോകുന്നതൊക്കെ. അപ്പോൾ കൂടെയുള്ള എല്ലാവർക്കും ഒരു യാത്ര അല്ലെങ്കിൽ ഒരു സ്ഥലം കാണുക, അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ താമസിക്കുക, അതുപോലെ തന്നെ വേറെ ഫുഡുകളൊക്കെ കഴിക്കുക എന്നതൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. ഇവർ ഫസ്റ്റ് ടൈം ആണല്ലോ പുറത്തുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. Upon her return from Delhi, Usha started convincing other women, including her mother-in-law, to give up manual scavenging. അങ്ങനെ ഡൽഹി വിസിറ്റൊക്കെ കഴിഞ്ഞ് പുറത്തെ ആളുകളുടെ ലൈഫൊക്കെ കണ്ട് മനസ്സിലാക്കി ഇവർ തിരിച്ച് വന്നപ്പോൾ തൻ്റെ സൊസൈറ്റിയിലുള്ള വുമൺസിനൊക്കെ, അതായത് മദർ ഇൻ ലോനെ അടക്കമുള്ള ആളുകളെ ഈ ഒരു ജോലി അതായത് മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞ ജോലി, അതായത് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനിങ് ഒക്കെ ഒഴിവാക്കണം എന്ന് പറയുകയാണ്. But she soon found out that if one woman left the job, others would join it. അതായത് അപ്പോൾ ഇവർ കണ്ടെത്താണ് ഒരാൾ ഈ ജോലി നിർത്തിക്കഴിഞ്ഞാൽ എന്തായാലും ബാക്കിയുള്ളവരും ഈ ഒരു ജോലി നിർത്തി അവരുടെ കൂടെ കൂടുമെന്ന്. The root cause of the problem was the lack of proper sanitation in the village. അതായത് ഈ ഒരു വില്ലേജിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഒന്നും ഇല്ലാത്തതാണ് ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഈ ഒരു പണിയെടുക്കേണ്ടി വരുന്നത്. The primitive toilets in homes needed manual scavenging and no privileged person was willing to do that by themselves. അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ടോയ്ലറ്റ്സൊക്കെ ഓരോ വീടുകളിലും അപ്പർ കാസ്റ്റ് വീടുകളിലൊക്കെ ഉള്ള ടോയ്ലറ്റ് ഇങ്ങനെയാണ്. അതായത് മാനുവൽ സ്കാവഞ്ചേഴ്സ് അവർ വന്നിട്ട് വൃത്തിയാക്കുന്ന രീതിയിലുള്ള ടോയ്ലറ്റ് ആയിരുന്നു. അത്തരത്തിലുള്ള ആളുകൾ, അതായത് അവിടെ താമസിക്കുന്ന ആളുകൾ ഒരിക്കലും അത് ക്ലീൻ ചെയ്യൂല. ഇവരെന്ത് ചെയ്യും, ഈ ലോവർ കാസ്റ്റിലുള്ള ആളുകളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കും. But when Sulabha International began to construct toilets in the villages, that too changed. The need for manual scavenging was eliminated. പക്ഷേ ഒരു സുലഭ ഇൻ്റർനാഷണൽ അതായത് NGO നമ്മുടെ മോഡേൺ രീതിയിലുള്ള ടോയ്ലറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ ഈ ഒരു പ്രശ്നം അവസാനിക്കുകയാണ്. ഇങ്ങനെ മാനുവൽ സ്കാവഞ്ചിങ് ആയിട്ടുള്ള ഈ ആളുകൾ പോയിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് ഹ്യൂമൻ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റേണ്ട രീതിയിലുള്ള ടോയ്ലറ്റ് ഇല്ലാതായപ്പോൾ ആ ഒരു ജോലിയും ഇല്ലാതാവുകയാണ് അവിടെ. ഉഷ വാസ് സൂൺ അപ്പോയിൻറ്റഡ് ദ പ്രസിഡൻറ്റ് ഓഫ് ദി ട്രെയിനിങ് സെൻറ്റർ. അതായത് ആ ഒരു NGOൻ്റെ ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രസിഡൻ്റായിട്ട് നമ്മുടെ ഉഷയെ അപ്പോയിൻറ്റ് ചെയ്യാണ്. ഷി നൗ ഹാസ് ഹൺഡ്രഡ്സ് ഓഫ് വുമൺ അണ്ടർ ഹെർ ഗൈഡൻസ്. അതായത് അവളുടെ കൺട്രോളിൽ ഒരുപാട് വുമൺസ് ഇപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഉഷ വിസിറ്റഡ് ദ USA ആൻഡ് മെനി കൺട്രീസ് ഇൻ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ആസ് പാർട്ട് ഓഫ് ദി സുലഭ് ടീം. അതായത് നമ്മുടെ ഉഷ ഇപ്പോൾ പല രാജ്യങ്ങൾ, അതായത് യൂറോപ്പ്, ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളൊക്കെ സുലഭിൻ്റെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഷീ സ്പോക്ക് അബൌട്ട് ഹെർ എക്സ്പീരിയൻസ് അറ്റ് ദി ഗ്യാദറിങ്സ്. ഷീ ഹാസ് ബീൻ റിസീവ്ഡ് സെവറൽ ടൈംസ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആസ് എ ഡിസ്റ്റിങ്വിഷ്ഡ് ഗസ്റ്റ്. അതുപോലെ തന്നെ തൻ്റെ അനുഭവങ്ങൾ എല്ലായിടത്തും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അവരുടെ ഗസ്റ്റായിട്ട് ഒരുപാട് തവണ ഇവരെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്, ഓരോ ഇനാഗുറേഷനൊക്കെ ആയിട്ട്. The prestigious Padmasri is the latest and perhaps the greatest honor she has received. അതായത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അടുത്തായിട്ട് ഇവർക്ക് ലഭിച്ച ഒരു അംഗീകാരം എന്ന് പറയുന്നത് പത്മശ്രീയാണ്. ഉഷാസ് ഇൻസ്പയറിംഗ് ജേർണി ഹാസ് പ്രൊമോട്ടഡ് ഹൺഡ്രഡ്സ് ഓഫ് വുമൺ ടു ഗിവ് അപ്പ് മാനുവൽ സ്കാവഞ്ചിങ്. അതായത് ഉഷയുടെ ആ ഒരു ഇടപെടലിൽ അവരുടെ ആ ഒരു ജേർണി ഹൺഡ്രഡ്സ് ഓഫ് വുമണിന് ഈ ഒരു മാനുവൽ സ്കാവഞ്ചിങ് എന്ന ഈ ഒരു ജോബ് നിർത്തലാക്കാൻ പ്രേരിപ്പിക്കുകയാണ്. I want to eradicate manual scavenging entirely from our social fabric, declares ഉഷ. അതായത് മാനുവൽ സ്കാവഞ്ചിങ് എന്ന ഈ ഒരു ജോലി കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റണം, അതാണ് അവളുടെ എയിം എന്ന് പറയുന്നത്. വുമൺ ആർ നോട്ട് മെയിൻ ഫോർ സ്റ്റായിങ് അറ്റ് ഹോം ക്ലീനിങ് ഡേർട്ട് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ. അതായത് നമ്മൾ സ്ത്രീകൾ, അതായത് വുമൺ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഡേർട്ട്സൊക്കെ ക്ലീൻ ചെയ്ത് കുട്ടികളെ നോക്കുക എന്ന ജോലി മാത്രം ചെയ്യേണ്ട ആളല്ല. I want every woman to be independent through dignified jobs. That is how we build a better society free of untouchability. അപ്പോൾ അഭിമാനത്തോടുള്ള ജോബ് ചെയ്ത് എല്ലാ സ്ത്രീകളും സ്വതന്ത്രമായിട്ട് ജീവിക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം. അതുപോലെ തന്നെ നമ്മുടെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാതെ നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം എന്നാണ് ഉഷ നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരും നല്ല ഏൺ ചെയ്ത് നല്ല ജോബൊക്കെ ചെയ്ത് നല്ലൊരു ലൈഫ് മുന്നോട്ട് നയിക്കണം എന്നാണ് പറയുന്നത്. ഇവരൊക്കെ പുറത്തിറങ്ങി ഇൻഡിപെൻഡൻ്റായി ജോലി ചെയ്യണം എന്നാണ് ഉഷ മുന്നോട്ട് കൊണ്ടുവന്ന ആശയം. സോ തൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് തൻ്റെ ചുറ്റുമുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്ത് ഒരു നല്ല ചേഞ്ച് വന്ന ഒരു ആളുടെ സ്റ്റോറിയാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു ഓൾ. കീപ് വാച്ചിങ്.